എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ സ്പെസിഫിക് ഫണ്ടുകളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നാണ്. അതായത് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ചിലപ്പോൾ ടൂർണമെന്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, ക്രിക്കറ്റ് ഫണ്ട്, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട്, ഇത്തരത്തിലുള്ള ഫണ്ട് ഉണ്ടാവും. ഈ ഫണ്ടിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തരും. ആ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നൊരു കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടില്ല. മേ ബി ഒരു 3 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ, 6 മാർക്കിനൊന്നും ചെയ്യാനില്ല. കൂടുതൽ സാധ്യത 3 മാർക്കിന് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ വരാൻ ഒരു സാധ്യത കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. എങ്ങനെയാണ് ആ ഒരു സ്പെസിഫിക് ഫണ്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ചിലപ്പോൾ പല കുട്ടികളും ഇത് പഠിക്കാതെ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പഠിക്കണം എന്ന് അറിയുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇൻ കേസ് ഇതൊരു 3 മാർക്കിനോ അതല്ല 6 മാർക്കിനോ ചോദിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്പെസിഫിക് ഫണ്ട് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ചോദ്യം നോക്കിക്കേ. ഷോ ഹൗ ദ ഫോളോയിങ് ഐറ്റം അപ്പിയർ ഇൻ ദി ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്ക് താഴെ കുറച്ച് ഐറ്റംസ് ഡെബിറ്റിലും ക്രെഡിറ്റിലുമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഐറ്റംസ് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് എന്തൊക്കെയാണ്? ക്രിക്കറ്റ് ഫണ്ട് 12,000 രൂപ ക്രെഡിറ്റിലാണ് തന്നത്. അപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക, ഫണ്ട് എന്ന് മാത്രം തന്നാൽ അതേത് ഫണ്ട് ആയിക്കോട്ടെ, അതിന്റെ എമൗണ്ട് ക്രെഡിറ്റിലാണ് തന്നതെങ്കിൽ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിപ്പോ ഈ ക്വസ്റ്റ്യനിൽ ക്രിക്കറ്റ് ഫണ്ട് എന്ന് തന്നു, വേറെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ മാച്ച് ഫണ്ട് എന്നോ ടൂർണമെന്റ് ഫണ്ട് എന്നോ അതല്ല ഫുട്ബോൾ ഫണ്ട് എന്നോ അങ്ങനെ ഏത് രീതിയിലും വരാം. അപ്പൊ നമ്മൾ ഫണ്ട് എന്ന് കണ്ട് അതിന്റെ എമൗണ്ട് ക്രെഡിറ്റിലാണ് തന്നത് എങ്കിൽ നമ്മൾ അത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. പിന്നെ ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് 12,000, അത് ഡെബിറ്റ് സൈഡിലാണ് തന്നത്. അപ്പൊ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ എവിടെ ട്രീറ്റ് ചെയ്യണം? അസറ്റ് സൈഡിലാണ് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ എബവ് റിസീവ്ഡ്. അപ്പൊ നമുക്കറിയാം ഫണ്ട് റിസീവ് ചെയ്തത് 12,000 ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 1,200 രൂപ. അത് നമ്മൾ ക്രിക്കറ്റ് ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ക്രിക്കറ്റ് എക്സ്പെൻസ് 1,800 രൂപ, അത് നമ്മൾ അതിന്റെ കൂടെ ലെസ് ചെയ്യാൻ വേണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ അതിന്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യാന്ന് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇനി 3rd സെം 4th സെം അങ്ങനെ ഇനി മുന്നോട്ടേക്കുള്ള എല്ലാ സെമ്മിലെയും മേജർ പേപ്പറുകളുടെയും മൈനർ പേപ്പറുകളുടെയും എല്ലാം ക്ലാസ്സുകൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആഡ് ആക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമന്റ്, ഏതാണ് ഇനി ക്ലാസ് വേണ്ടത് എന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് വരിക. അതിന് ഏത് ക്വസ്റ്റ്യൻ ആയാലും ഈ രീതിയിലാണ് ആൻസർ വരിക. നോക്കിക്കേ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ക്രിക്കറ്റ് ഫണ്ട് ക്രെഡിറ്റിൽ കൊടുത്തിട്ടില്ലേ 12,000, അത് നമ്മൾ ലാബിലിറ്റിയിൽ ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അതിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. എത്രയാണ് ഇൻട്രസ്റ്റ്? ചോദ്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ എബവ് റിസീവ്ഡ് 1,200 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ഫണ്ട് 12,000ന്റെ കൂടെ 1,200 ആഡ് ചെയ്താൽ 13,200 വരും. അതിൽ നിന്ന് ക്രിക്കറ്റ് എക്സ്പെൻസ് കണ്ടില്ലേ 1,800 ഡെബിറ്റ് സൈഡിൽ, അത് ലെസ് ചെയ്യുക. 13,200ൽ നിന്ന് ആ 1,800 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 11,400 വരും. അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. ലാബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡിൽ ആകെ വരുന്ന ഒരു ഐറ്റം ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ 12,000 രൂപ മാത്രമാണ്. വേറൊന്നും അസറ്റ് സൈഡിൽ വരില്ല. എന്തെങ്കിലും ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇനി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ക്രിക്കറ്റ് ഫണ്ട് ബാലൻസ് എന്ന ഈ ക്വസ്റ്റ്യനിൽ തന്നെ ക്രിക്കറ്റ് ഫണ്ട് ബാലൻസ് ക്യാഷ് ആണല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് എവിടെ കാണിക്കാം? അസറ്റ് സൈഡിൽ കാണിക്കാം. അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ ആകെ വരുന്ന ഐറ്റം എന്തായിരിക്കും? ക്രിക്കറ്റ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രമായിരിക്കും. ബാക്കി 3 ഐറ്റവും നമ്മൾ എവിടെയാണ് കാണിക്കേണ്ടത്? ലാബിലിറ്റി സൈഡിൽ ആ ഫണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുകയും എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ പ്രോബ്ലം കഴിഞ്ഞു. ഇങ്ങനെ ഒരു പ്രോബ്ലം ഇനി 3 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് ഇതേപോലെ വേറൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലം 2.
ഷോ ഹൗ ദ ഫോളോയിങ് ഐറ്റംസ് വിൽ ബി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്. താഴെ തന്നിരിക്കുന്ന ഐറ്റം എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നാണ്. ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് 25,000 രൂപ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് 25,000 രൂപ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെന്റ് 1,500 രൂപയും പ്രൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് 1000. പ്രൈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് എന്നുള്ള അർത്ഥമാണ്. എങ്ങനെയാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ? നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഫണ്ടിനെ നമ്മൾ ലാബിലിറ്റി സൈഡിൽ എഴുതി അതിൻ്റെ കൂടെ ആ ഇൻട്രസ്റ്റ് 1,500 ആഡ് ചെയ്തു. അപ്പോൾ 25,000 കൂടെ 1,500 ആഡ് ചെയ്തപ്പോൾ 26,500 വന്നു. അതിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യണം. ഇവിടെ എക്സ്പെൻസ് എത്രയാണ്? 1,000 രൂപ പ്രൈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ 26,500 നിന്ന് 1,000 ലെസ് ചെയ്തപ്പോൾ 25,500 വന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു അസറ്റ് സൈഡിൽ നമുക്ക് ആകെ ഒരു ഐറ്റം മാത്രമേ വരുള്ളൂ, പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ്. അത് 25,000 രൂപ അസറ്റ് സൈഡിലും കാണിച്ചു. അപ്പം നമ്മൾ പ്രോബ്ലം പഠിച്ചു. ഈ പ്രോബ്ലം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. നമ്മൾ ലാബിലിറ്റി സൈഡിൽ ഫണ്ടിന്റെ കൂടെ ഇൻട്രസ്റ്റും ആഡ് ചെയ്യുകയും എക്സ്പെൻസ് ലെസ് ചെയ്യുകയും ചെയ്തിട്ട് എമൗണ്ട് കോളത്തിൽ എഴുതുക. അസറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ എമൗണ്ടും എഴുതി കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ആ പ്രോബ്ലം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയായിരിക്കും. ആ നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക. ഒരുപാട് പേര് ആൻസർ അയക്കാറുണ്ട്. നേരത്തെയും ഞാൻ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്പെൻസിൻ്റെ എല്ലാം പ്രോബ്ലംസിന് അഡീഷണൽ പ്രോബ്ലം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്തെനിക്ക് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു പ്രോബ്ലവുമായി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഒരു പ്രോബ്ലവുമായിട്ട് വരാം. നിങ്ങൾക്ക് ഏത് പ്രോബ്ലമാണ് വേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.